ഹായ് ഡിയർ ജെ ആസ്പിരൻസ്. ആദ്യ ഫേസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് അതിൻ്റെ അനാലിസിസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഇപ്പോൾ എന്നെ കേൾക്കുന്നതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളുണ്ടാവും. ഫസ്റ്റ് ഫേസിൽ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിൽ പെർഫോം ചെയ്ത കുട്ടികളുണ്ടാവും. എങ്കിൽ വളരെ നിരാശയോടുകൂടി വേണ്ട അത്ര പെർഫോം ചെയ്യാൻ സാധിക്കാതെ നമ്മളൊരു പ്രതീക്ഷ മാർക്കിലേക്കൊന്നും എത്താതെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരോടും എനിക്ക് കോമൺ ആയിട്ട് ആദ്യം പറയാനുള്ളത്, നമ്മുടെ മുന്നിൽ ഇനി ഒരു ചാൻസും കൂടെ ഉണ്ട്, സെക്കൻഡ് ഫേസും കൂടെ ഉണ്ട്. അപ്പോൾ പല കുട്ടികളും ഇപ്പോഴേ പറയുന്നതും അത് നേരിട്ടും അല്ലാതൊക്കെ അവരുടെ അഭിപ്രായം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, പല കുട്ടികളും അതായത് ആദ്യ ഫേസിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾ ഇനി ഞാൻ സെക്കൻഡ് ഫേസ് എഴുതേണ്ടതുണ്ടോ, ഇത്രയും 7-8 മാസം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എനിക്ക് ഇത്രേ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഇനി 2 മാസം കൊണ്ട് എന്ത് മാജിക് ഉണ്ടാവാനാണ്, ഞാൻ ഇനി സെക്കൻഡ് ഫേസ് എഴുതണോ എന്ന ഒരു ചോദ്യത്തിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഒരു 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 ഡയറക്ഷൻ ഇതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് നമ്മൾ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 8 മാസത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേവലം ആദ്യ ചാൻസിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ 2 ചാൻസിലേക്കും കൂടിയാണ്. നമ്മൾ ഈ പ്രിപ്പറേഷനും നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്ങും നമ്മുടെ ക്ലാസ് കാണുന്നതും എല്ലാം, നമ്മുടെ എല്ലാ എൻറ്റയർ പ്രിപ്പറേഷനും ഈ 2 ചാൻസിലേക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ബെസ്റ്റ് ചാൻസാണ് ആദ്യം നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ 0 സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് 8 മാസം കൊണ്ട് പഠിച്ചിട്ട് ഇത്രേ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഇനി 2 മാസം കൊണ്ട് എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള സംശയം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇനി 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു വീണ്ടും തുടക്കം മുതൽ പ്രിപ്പയർ ചെയ്യുന്നു, അങ്ങനെയല്ല. ശരിക്കും നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ സെക്കൻഡ് എക്സാമിനേഷനെയും നമ്മൾ കാണേണ്ടത്. കാരണം ഈ ഒരു അക്കാഡമിക് ഇയറിൽ ഇനി 2 മാസം നമ്മൾ പ്രിപ്പയർ ചെയ്യാതിരുന്നിട്ട്, അതായത് നമ്മൾ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പക്ഷേ നമ്മൾ ഈ പ്രിപ്പറേഷനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുവരെ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ്സിൽ നിന്നും എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. അത്രയും നമ്മൾ മനസ്സിലാക്കിയ നോളജ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും നന്നായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ പോളിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ പറയാം. നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനിലേക്കുള്ള പ്രിപ്പറേഷനും ആ പ്രിപ്പറേഷൻ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ നമുക്ക് എത്രത്തോളം പേപ്പറിൽ പകർത്താൻ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെ മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഈ 2 മാസം ആ ഒരു പ്രിപ്പറേഷനിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ റിഫൈൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോയിട്ട് സെക്കൻഡ് ഫേസ് എഴുതാൻ സാധിക്കും. ആദ്യം നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഫേസിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, നിങ്ങൾ പഠിച്ച സമയത്ത് ടോപ്പിക് ഡിവിഷനിൽ വന്ന പ്രശ്നം കൊണ്ടായിരിക്കാം. കാരണം നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവില്ല. മാത്സ് നമ്മുടെ ഗെയിം ചേഞ്ചറാണ്. മാത്സിൽ നിങ്ങൾക്ക് തീരെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ സില്ലി മിസ്റ്റേക്ക് കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിഞ്ഞ് എഴുതി നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ചെറിയ സില്ലി ടെൻഷൻ കാരണം വരുത്തി വെച്ച സില്ലി മിസ്റ്റേക്ക് കാരണം പെർഫോമൻസ് ബാക്കോട്ട് പോയ കുട്ടികളുണ്ട്. അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സില്ലി ആയ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഇത് കറക്റ്റ് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഈ 8 മാസം കൊണ്ട് കുറേ കോൺസെപ്റ്റുകൾ പഠിച്ചു, കുറേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന ചില മിസ്ലീഡ് ചെയ്ത് പോയ കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് ഡിവിഷനിൽ ഓരോരോ ചാപ്റ്റേഴ്സിന് എത്ര വെയിറ്റേജ് കൊടുത്ത് പഠിക്കും. ചില കുട്ടികൾ ഇന്ന ചാപ്റ്റർ കൂടുതലായിട്ട് പഠിച്ചു, അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരെ വരും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോയ കുട്ടികളുണ്ട്. പക്ഷേ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ രൂപത്തിലല്ല ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ എഴുതുന്നത് കൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററും നമ്മൾ ഒരു മിനിമം ലെവലിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത്രയും കാലം ചെയ്ത പ്രിപ്പറേഷനുള്ള ആ മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് ഈ 2 മാസം അതും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ സില്ലി മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനിയുള്ള GIBകളൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയായി നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. സോ ഇനിയുള്ള നമ്മുടെ മുന്നിലുള്ള 2 മാസം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ, അതായത് ഇപ്പോൾ എഴുതി കഴിഞ്ഞ പരീക്ഷയിൽ നിന്നും നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ആ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഇനിയുള്ള ദിവസം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ചില
ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ടോപ്പിക് അറിയാത്തത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിക്കോളുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാക്കൾട്ടിയോ അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണോ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് ആ സൊല്യൂഷൻ നോക്കിയിട്ട് എന്താണോ കോൺസെപ്റ്റ് ആ ക്വസ്റ്റ്യന് വേണ്ട ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അങ്ങ് പഠിച്ച് മനസ്സിലാക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകണം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ മാത്സിൽ നമുക്ക് ഈസിലി സ്കോറിംഗ് ചാപ്റ്റേഴ്സ് മാക്സിമം നന്നായിട്ട് പഠിക്കണം. ആ ചാപ്റ്ററിന് നമ്മുടെ ഷിഫ്റ്റിൽ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ വരുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താ, മാത്സിലെ ഈസിലി സ്കോറിംഗ് ചാപ്റ്റേഴ്സ് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. ഫിസിക്സും കെമിസ്ട്രിയും എല്ലാ ചാപ്റ്റേഴ്സും ഈക്വൽ ഇമ്പോർട്ടൻസിൽ ഒരു ചാപ്റ്റർ പോലും ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റുകളും പഠിച്ചിരിക്കണം. ആ കോൺസെപ്റ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. കോൺസെപ്റ്റ് പഠിക്കുന്നതിലുപരി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതന്നെയാണ് നമ്മൾ ഇനിയുള്ള LMRPയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ എല്ലാ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് എടുത്ത് ടോപ്പിക് വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ചാപ്റ്ററിൻ്റെയും ആ PYQ പ്ലസ് മുമ്പ് ചോദിച്ചതിൽ വളരെ റെലവൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ LMRP സെക്കൻഡ് ഫേസിലേക്കുള്ള സ്ലൈഡ്സുകളും മെറ്റീരിയൽസും ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8-9 മാസം നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഫേസ് എക്സാം ചെയ്തതോടുകൂടി അവസാനിച്ചിട്ടില്ല. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ 2 മാസം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫേസിലേക്ക് വരുന്ന സമയത്ത് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കോമ്പറ്റീഷൻ ഏതിലാണ് കൂടുതലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എഴുതുന്ന ഷിഫ്റ്റിനനുസരിച്ചിരിക്കും, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ചിരിക്കും, ആ ഷിഫ്റ്റിൽ എഴുതുന്ന കുട്ടികൾക്കനുസരിച്ചിരിക്കും. അതിൽ ജനുവരി ഷിഫ്റ്റിലാണോ അല്ലെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റിലാണോ കൂടുതൽ കോമ്പറ്റീഷൻ, അങ്ങനെയൊന്നും നമുക്ക് ഡയറക്റ്റ് പറയാൻ സാധിക്കില്ല. പിന്നെ സൈലത്തിൽ തന്നെ നിരവധി കുട്ടികൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഫസ്റ്റ് ഫേസിൽ ഒരു വലിയൊരു പെർഫോമൻസ് ഇല്ലാതെ ഒരു 80% 70% ഒക്കെ സ്കോർ ചെയ്ത കുട്ടി സെക്കൻഡ് ടൈം എക്സാം ചെയ്യുന്ന സമയത്ത് 95% മേലേക്ക് സ്കോർ ചെയ്ത നിരവധി കുട്ടികൾ സൈലത്തിൽ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളതുകൊണ്ട് ഈ ഫസ്റ്റ് ഫേസിനേക്കാൾ കൂടുതൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതിലൊന്നും യഥാർത്ഥത്തിൽ ഒരു അർത്ഥമില്ല. നിങ്ങളുടെ പെർഫോമൻസും പഠനവും ഹാർഡ് വർക്കും എങ്ങനെ ഉണ്ടോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. പിന്നെ ഒരു ചെറിയൊരു ടെക്നിക്കൽ വൈസ് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നീറ്റ് ആസ്പിരൻസും കൂടെ എഴുതുന്ന ഒരു JEE പരീക്ഷയാണ്. നീറ്റ് ആസ്പിരൻസിൽ നല്ല നീറ്റ് ആസ്പിരൻസ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി, ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ JEE എക്സാമിനേഷൻ എഴുതാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആസ്പിരൻസ് ചെറുതായിട്ടൊന്ന് കൂടാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഫേസിൽ ഈ നീറ്റുകാരുടെ പ്രസൻസ് കൂടെ വരുമ്പോൾ. സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ നീറ്റുകാർ അങ്ങനെ എഴുതാൻ സാധ്യതയില്ല. കാരണം സെക്കൻഡ് ഫേസ് ഒക്കെ ആകുമ്പോഴേക്കും നീറ്റ് പരീക്ഷയുടെ ആ ഒരു ചൂടിലേക്ക് ആ കുട്ടികൾ എത്തുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസ് നീറ്റ് ആസ്പിരൻസ് എഴുതാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ്പിരൻസിൻ്റെ എണ്ണത്തിൽ ചെറിയൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പോസിറ്റീവായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ടെക്നിക്കലി ചെറിയ 1-2 കാര്യങ്ങൾ നമുക്ക് പറയാമെന്നല്ലാതെ വലിയൊരു മാറ്റമൊന്നും സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ക്വസ്റ്റ്യൻസ് ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടുമോ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് കുറയുമോ അത്തരം പ്രഡിക്ഷനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്നിൻ്റെയും അവസാനമല്ല. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി അത് നിങ്ങളുടെ ഒരു നഷ്ടമായിട്ട് നിങ്ങൾ കാണരുത്. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണണം. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സെക്കൻഡ് ഫേസിൽ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് പഠിച്ച് അടുത്ത വർഷം നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറണം. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടിരിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുള്ള ഒരുപാട് പ്രോഗ്രാംസുമായിട്ട് സൈലം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ജീനിയസ് ചാനലിലെ പബ്ലിക് ലൈവ് ആയിട്ടും അല്ലാതെ തന്നെ നമ്മുടെ LMRP ആപ്പ് ലൈവുകളും ആപ്പ് പ്രോഗ്രാമുകളായിട്ട് നിരവധി പ്രോഗ്രാമുകളായിട്ട് സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ 2 മാസം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.